നമ്മുടെ കേരളത്തിൽ അത്യപൂർവമായിട്ടുള്ള ഒന്നല്ല ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സമാനമായ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. എന്തായാലും സാധാരണ നമ്മൾ കാണാറുള്ളത് പരാതിക്കാരായിരിക്കും, ആ കുടുംബത്തിൻ്റെ ആളുകളായിരിക്കും. ഇവിടെ ഈ കുടുംബത്തിൻ്റെ ആളുകൾ ഒരു സ്റ്റാൻഡ് എടുക്കുകയും പോലീസും ഒരു രാഷ്ട്രീയ കക്ഷിയോ അല്ലെങ്കിൽ അതിൻ്റെ ചില വക്താക്കളോ വേറൊരു സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ പോലീസിൻ്റെ ഒരു അന്വേഷണം ഇത് ഫെയർ ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. ഇത്തരത്തിലൊരു സംഭവം നടന്നാൽ ശരിക്കും വേണ്ടത് എന്താണ്? ആ മരിച്ച വ്യക്തിക്ക് അതിൻ്റെതായ കാരണം കണ്ടെത്താൻ പറ്റണം. ആർക്കാണോ നീതി ലഭിക്കേണ്ടത് ഈ നീതി ലഭിക്കണം. ഇതിനു വേണ്ടിയാണ് ഒരു പോലീസ് അന്വേഷണം നടത്തുന്നത്. പക്ഷെ ഇവിടെ പോലീസ് എന്താ വെച്ചാൽ പിറ്റേ ദിവസം തന്നെ ചില ആളുകളെ പിടിക്കുന്നു, പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അത്രയും വലിയൊരു കേസൊന്നും അല്ലല്ലോ ഇത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾക്കറിയപ്പോൾ ഇവിടെ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് പ്രശ്നമായപ്പോൾ ഈ വീഡിയോ, അതായത് ഈ പയ്യനും ഇരിക്കുന്ന വീഡിയോ ഈ പറയുന്ന SDPI തന്നെയാണ് പുറത്തുവിടുന്നത് തെളിവായിട്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന് തോന്നുന്നത് എന്തുള്ളൂ, മധ്യസ്ഥ ചർച്ച പോലെ തന്നെ, കാരണം ചുറ്റൂർന്ന് ചെയ്യുന്നു. ഇനിയിപ്പോൾ വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും, ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിലില്ല. അങ്ങനെ പോലീസ് കണ്ടെത്തിക്കൂടെ, അങ്ങനെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പറയുന്നെങ്കിൽ അദ്ദേഹം നോർമൽ കേസിൽ അഡ്മിറ്റ് ആകും. അതല്ലെങ്കിൽ മർദ്ദനത്തിൻ്റെതായ പാടുകൾ ഉണ്ടാകും. പോലീസ് എന്തു ചെയ്യണം? ഈ കക്ഷിയെ കൊണ്ടുപോയിട്ട് ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമാക്കും. വൂണ്ട് റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, ആ വൂണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. കാരണം അത് കേസിൽ ബലപ്പെടുത്തുന്ന ഒരു തെളിവാണ്. അതല്ലാതെ അദ്ദേഹത്തെ അദ്ദേഹത്തിന് കേസില്ല എന്ന് പറഞ്ഞു വിടുകയല്ല അവിടെ ചെയ്യേണ്ടത്. അത് വലിയൊരു ഒരു കേസ് അന്വേഷണത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിന് ശേഷം അടുത്ത ബന്ധുക്കളെ വിളിച്ചിട്ട് ഈ പയ്യനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് സത്യമാണെങ്കിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ മധ്യസ്ഥ ചർച്ച നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ പത്ര റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചർച്ചയിൽ SDPI മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ലീഗിൻ്റെ എന്തോ ഒരു മറ്റേ മണ്ഡലം സെക്രട്ടറി മറ്റുണ്ട്, ഒരു PTA പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ടെങ്കിൽ അവരെ വിളിച്ചുകൊണ്ട് നിജസ്ഥിതി അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ കേസിൻ്റെ തെളിവുകളിലേക്ക് പോകേണ്ട ബാധ്യസ്ഥത പോലീസിനുണ്ട്. മാത്രമല്ല, ഇവിടെ ആലോചിച്ചിവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ, അത് നോണായിക്കോട്ടെ, പക്ഷെ അവർ ഉന്നയിച്ചൊരു ആരോപണം എന്താണ്? ഈ പെൺകുട്ടിയെ ഒന്ന് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ട്, 2 അവളുടെ സ്വർണവും പണമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഗൗരവമുള്ളൊരു ആരോപണമല്ലേ? അങ്ങനൊരു ആരോപണം ഈ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജാമ്യം എടുക്കലാണെന്ന് മാത്രം പോലീസ് നിലപാട് സ്വീകരിക്കാൻ പാടില്ലോ. അത് അന്വേഷണ വിധേയമാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. ഇനി ഇവിടെ ആലോചിച്ചു, ഈ പറയുന്ന കക്ഷിയുടെ ഫോണും ഇതൊക്കെ പിടിച്ചെടുത്തു മറ്റവരാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഈ പയ്യൻ തന്നെ പോലീസിനോട് സമ്മതിച്ചൊരു കാര്യം, എൻ്റെ കയ്യിലുള്ള 3 ഫോണും ടാബും പിടിച്ചെടുത്തു എന്നാണ്. 20-21 വയസ്സായൊരു പയ്യനെ സംബന്ധിച്ചോളം എന്തിനാണ് ഈ 3 ഫോൺ? എന്തിനാ? അവൻ ഒരു വലിയ വ്യവസായമൊന്നുമല്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു CEO ഒന്നുമല്ല. അപ്പോൾ 3 ഫോൺ ഉണ്ടെങ്കിൽ അത് സംശയിക്കപ്പെടേണ്ട, നോർമൽ കേസിൽ പോലീസ് എന്ത് ചെയ്യണം? സംശയിക്കപ്പെടേണ്ട ഒരു തെളിവായിട്ടാണ് അതിന് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ നിലയ്ക്ക് ഇപ്പോൾ പോലീസ് അത് പിടിച്ചെടുത്തിട്ടുണ്ട്, അതിനകത്ത് തെളിവുകൾ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് എന്ത് സംഭവിക്കും നമുക്ക് എന്ത് ചെയ്യില്ല, അറിയില്ല.